പലർക്കും ഒരു സംശയമാണ് സെമൻ അനാലിസിസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്പേം ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു സ്പേം ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്. മെയിനായിട്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് WHO 2010 ക്രൈറ്റീരിയ ആണ്. ഇപ്പോൾ ഒരു 90% വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ലോകത്തെല്ലായിടത്തും ഫോളോ ചെയ്യുന്ന WHO 2010 ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള ഒരു സെമൻ അനാലിസിസ് ആണ്. അതിൽ മെയിനായിട്ടും നോക്കുന്ന കൗണ്ട്, മോട്ടിലിറ്റി, മോർഫോളജി. കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓടുന്ന ഒരു ചലനം എത്രമാത്രം ഉണ്ട്. കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ML എത്ര സ്പേം ഉണ്ട് എന്നതാണ് നമ്മൾ മില്യൺസ് കൊണ്ട് പറയുന്നത്. അതൊരു സെപ്പറേറ്റ് ചേമ്പർ ഉണ്ട്. ചേമ്പറിലിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കുക. ഒരു നോർമൽ ലാബിൽ മിക്കവാറും ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ജസ്റ്റ് ഒരു ഗ്ലാസ് ലൈറ്റ് ഇട്ടായിരിക്കും ചെക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കൗണ്ട് കിട്ടത്തില്ല. ഈ ഒരു സെപ്പറേറ്റ് ഇത് ചെയ്യാൻ വേണ്ടി WHO ആ ഒരു സെയിം ഫോർമുലേഷനിൽ ഉണ്ടാക്കിയ ഒരു ചേമ്പർ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിലും കറക്റ്റായിട്ട് ഈ പറഞ്ഞ കൗണ്ട് ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കും. മോട്ടിലിറ്റി അതുപോലെ നമ്മൾ സെപ്പറേറ്റ് ഒരു സ്ലൈഡിലിട്ടാണ് ചെയ്യുന്നത്. അതിൽ പല ഭാഗങ്ങളും നോക്കി മുഴുവൻ കൗണ്ട് ചെയ്ത് അത് നോക്കുന്നത്. കൗണ്ടിന്റെ നോർമൽ കൗണ്ട് എന്ന് പറയുന്നത് 15 മില്യൺ ആണ് WHO 2010 ക്രൈറ്റീരിയയിൽ പറയുന്നത്. ആ ഒരു 15 മില്യൺ ഉണ്ടെങ്കിൽ ഒരു നോർമൽ പ്രഗ്നൻസിക്കുള്ള ചാൻസ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു നോർമലായിട്ട് പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു ഓവുലേഷൻ ഇൻഡക്ഷൻ ചെയ്യുമ്പോഴായാലും ഒരു പ്രഗ്നൻസിക്കുള്ള ചാൻസ് ഉള്ളത്. രണ്ടാമത് മോട്ടിലിറ്റി വരുമ്പോഴത്തേക്ക് മോട്ടിലിറ്റി നോർമൽ രണ്ട് രീതിയിലുള്ള മോട്ടിലിറ്റി ഉണ്ട്. പ്രോഗ്രസീവ് മോട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിൽ ഓടുന്ന സ്പേം. രണ്ടാമത് നോൺ പ്രോഗ്രസീവ്, അത് സ്പീഡിൽ ഓടുന്ന സ്പേം ആയിരിക്കില്ല. അത് സ്ലോ ആയിട്ട് ഒന്നുകിൽ ഓടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അവിടെ തന്നെ ഒട്ടം കറങ്ങുന്ന സ്പേംസ് ആയിരിക്കും നോൺ പ്രോഗ്രസീവ്. പ്രോഗ്രസീവ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അത് 32% ആണ് വേണ്ടത്. അതായത് നമ്മൾ 100 സ്പേം കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 32 അതിനകത്ത് ആ സ്ട്രേറ്റ് ആയിട്ട് ഓടുന്ന സ്പേം ഉണ്ടെങ്കിൽ ഒരു നോർമൽ പ്രഗ്നൻസിക്ക് ചാൻസ് ഉള്ളത്. നോർമൽ ട്രൈ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓവുലേഷൻ ഇൻഡക്ഷനിലും അത് തന്നെ. പിന്നുള്ളത് മെയിനായിട്ടുള്ളത് മോർഫോളജിയാണ്. അത് പല സ്ഥലങ്ങളിലും ചെയ്യാറില്ല, പക്ഷെ മോർഫോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അത് നമ്മളിപ്പം സെമിനാറിസ് ചെയ്താലും മോർഫോളജി കൂടെ കൂട്ടി ചെയ്യാൻ ശ്രമിക്കുക. മോർഫോളജി 4% ആണ് പറയുന്നത്. വേൾഡ് വൈഡ് ഡാറ്റ വെച്ച് WHO പറയുന്നത് 4%. അതായത് നമ്മൾ 200 സ്പേം കൗണ്ട് ചെയ്യും. നോർമലി ചെയ്യുന്നത് സ്റ്റെയിൻ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ചെറിയ ലാബുകളിലൊന്നും ചെയ്യാറില്ല. സ്റ്റെയിൻ ചെയ്ത് അത് ഡ്രൈ ആയി കഴിഞ്ഞ് ഓയിൽ ഇമേഷൻ മൈക്രോസ്കോപ്പിലാണ് മോർഫോളജി നമ്മൾ സാറിന് ചെക്ക് ചെയ്യുന്നത്. അത് 4% ഉണ്ടെങ്കിലാണ് നോർമൽ പ്രഗ്നൻസിക്ക് ചാൻസ് ഉള്ളത്. അത് കുറവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സിയോ അല്ലെങ്കിൽ മെഡിസിൻസ് കഴിക്കാം. അല്ലെങ്കിൽ പിന്നെ എക്സി, MC അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് നല്ല സ്പേംസിനെ സെലക്ട് ചെയ്ത് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസേഷൻ സാധ്യമാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഇപ്പം പറഞ്ഞ ടോപ്പിക്ക് സെമൻ അനാലിസിസിനെ കുറിച്ചാണ്. WHO 2010 ക്രൈറ്റീരിയ വെച്ചിട്ട് കൗണ്ട്, മോട്ടിലിറ്റി, മോർഫോളജി ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ടും ഒരു സെമൻ അനാലിസിസ് റിപ്പോർട്ട് അസസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം.